തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ താൽക്കാലിക പാലം തകർന്ന അപകടം. പഴയകടയിൽ തിരുപ്പുറം ഫെസ്റ്റിനു വേണ്ടി കെട്ടിയ പാലമാണ് തകർന്ന് പാലത്തിൽ നിന്നവർ നിലത്ത് വീണു. നിരവധി പേർക്ക് പരിക്കേറ്റു. ആദിൽ പാലോടുണ്ട് വിവരങ്ങളുമായി. ആദിൽ, ഇപ്പോൾ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമാകുന്നുണ്ടോ? ഈ പ്രദേശത്ത് എന്തെങ്കിലും രീതിയിലുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? ഞാനിപ്പോ ഈ അപകടം നടന്ന പുറത്തിവിള ജംഗ്ഷനിലാണുള്ളത്. ഈ അപകടം നടന്നത് ഒരു ഫെസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. തിരുപ്പുറം ഫെസ്റ്റ് എന്ന പേരിൽ ഒരു ഫെസ്റ്റ് ഇവിടെ നടത്തിയിരുന്നു. നമുക്ക് ആദ്യം ഇതിന്റെ വിശദാംശങ്ങൾ, ഇതിന്റെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് പരിശോധിക്കാം. നമുക്ക് കാണാം ഇതിന്റെ ആദ്യ ഭാഗം, ഈ പ്രദർശനത്തിന്റെ, ഈ മേളയുടെയും ഫെസ്റ്റിന്റെയും ആദ്യ ഭാഗം ഈ കാണുന്ന മതിലിന്റെ അപ്പുറം വശത്താണ്. അവിടെ നിന്നും 40 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നു. അവിടെയുള്ള പുൽക്കൂട്, അനുബന്ധ പ്രദർശനങ്ങളൊക്കെ കാണുന്നു. അത് കഴിഞ്ഞ് ഈ പാലം വഴി, ഇവിടെ ഒരു മതിലുണ്ട്, നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. ഇവിടെ ഒരു മതിലുണ്ട്. ഈ മതിലിന് മുകളിലൂടെ, മതിൽ പൊളിച്ചു വരാൻ കഴിയാത്തതുകൊണ്ട് മതിലിന് മുകളിലൂടെ ഒരു പാലം ഇട്ടിരിക്കുന്നു. ആ പാലത്തിൽ നിന്ന് താഴേക്കൊരു സ്ലോപ്പ് പോലെ തടി കൊണ്ട്, നമുക്ക് ഈ പൊളിഞ്ഞു വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോഴറിയാം, ഈ തടി കൊണ്ട് ഒരു നടപ്പാലം താഴേക്കിട്ടിരിക്കുന്നു. ഈ താഴെ വന്ന് ഈ നടപ്പാലം ഇറങ്ങിയാൽ പിന്നീട് അത് നമുക്ക് ഇതിനപ്പുറമുള്ളത്, അവിടെ കസേരകൾ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഇരുട്ടായതുകൊണ്ടാണ് കൃത്യമായ ദൃശ്യങ്ങൾ കിട്ടാത്തത്. അവിടേക്ക് ഒരു വാട്ടർ ഷോ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പാലത്തിലൂടെ ഇറങ്ങി വന്ന് വാട്ടർ ഷോ കാണുക എന്നുള്ളതാണ് സംഘാടകരുടെ ഉദ്ദേശിച്ചിരുന്നതും ആലോചിച്ചിരുന്നതും. എന്നാൽ ഈ വാട്ടർ ഷോ നടക്കുന്നതിനിടെ കസേരകളിലിരുന്ന് കാണാൻ കഴിയാത്തവർ ഈ നടപ്പാലത്തിലേക്ക് കയറിയതാണ് ഈ അപകടത്തിന് കാരണമായത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ചേട്ടാ, ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന്? ഇത് നിലവാരം കുറഞ്ഞ തടിയാണ് ഒന്നാമത്തെ വിഷയം. നമുക്ക് കാണുമ്പോൾ അറിയാൻ തന്നെ സാധിക്കും, നിലവാരം കുറഞ്ഞ തടിയാണ്. പിന്നെ ഒരു 10 പേർക്ക് നിൽക്കാന്നുള്ള സ്ഥലത്താണ് 100-ലധികം പേര് നിന്നത്. അതാണ് വിഷയം. അത് പോയിട്ട് നിലവാരം കുറഞ്ഞ തടിയിൽ ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും സംഭവിച്ചത്. പിന്നെ അത് നമ്മള് ഭാരവാഹികൾ നിർബന്ധമായി ഒന്ന് കർശനമാക്കേണ്ടായിരുന്നു. ഇത് നേരെ ഇതിന്റെ പുറത്ത് ഷീറ്റ് അടിക്കേണ്ടത് ഷീറ്റ് അടിച്ചാൽ ഷീറ്റ് ഇവിടെ ഷീറ്റ് ഉണ്ടെന്ന് തോന്നല്ലേ? സൈഡ് ഒതുക്കിയിട്ടൊക്കെയാണ് അത് ഷീറ്റ് കെട്ടി മുറിഞ്ഞതാണ്. നേരത്തെ പാലത്തിൽ നിന്ന് വീണതാ. അതെ, പാലത്തിൽ നിന്ന് വീണ. ആശുപത്രി പോയില്ലേ? ആശുപത്രി പോയോ? കാണിക്കേണ്ട കാര്യമാണ്. അത് കാല് രക്തം ഒരുപാട് വരുന്നു. എങ്ങനെയാ സംഭവിച്ചത്? ഈ ഒരു 15 പേര് നിൽക്കേണ്ട പാലത്തിൽ 100-ൽ കൂടുതൽ ആൾക്കാരാണ്. അതിന്റെ സംഘടന സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഈ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ ഒരു സംഗതി നടത്തുന്നത്. മനസ്സിലായില്ലേ? പഞ്ചായത്തിന് യാതൊരുവിധ ബന്ധവുമില്ല. എന്നിട്ട് പറയുന്ന പഞ്ചായത്ത് നടത്തിയെന്നാണ് ഇവർ പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചെയർമാനൊക്കെ ആയിട്ട്. അവര് തന്നെയാണ് ഇത് ചെയ്തത്. കൂടുതൽ പ്രതികരണത്തിലേക്ക് പോയാൽ ഈ പഞ്ചായത്തിനെതിരെ ആരോപണങ്ങളുണ്ട്. അല്ല, അതില് ഇങ്ങനെ ഒരു ദുഃഖകരമായ സംഭവത്തിലേറെ ദുഃഖമുണ്ട്. ഇങ്ങനെ ഒരു 5-6-7 പേര് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനകത്ത് പ്രധാനമായ വിഷയം ഇതിന്റെ സംഘാടകർ ആരാണ് എന്നുള്ളതാണ്. തിരുപ്പുറം ഗ്രാമപഞ്ചായത്ത് എന്നാണ് ഈ രസീതിലെല്ലാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഇതിന്റെ ഈ ഫെസ്റ്റിന്റെ പ്രധാനപ്പെട്ട രക്ഷാധികാരി എന്ന് ഈ പോസ്റ്ററുകളിലൊക്കെ ഉണ്ട്. ഏതായാലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. പ്രധാനമായും നേരത്തെ സംസാരിച്ചയാൾ പറയുന്നുണ്ടായിരുന്നു, ഈ പലകകൾക്ക് അത്ര ബലമില്ലാത്ത പലകകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന്. ഇവിടെ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ നിന്ന് ഈ നടപ്പാലം ഇറങ്ങി വരുമ്പോൾ ഈ നടപ്പാലത്തിന് മുകളിലായി ഇത്തരത്തിൽ ഷീറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഷീറ്റുകളൊക്കെ പൊളിഞ്ഞ് മുഴുവനായി തറയിലേക്ക് വീണതാണ്. നമുക്ക് ആ വാട്ടർ ഷോ നടക്കുന്ന ഭാഗത്തേക്ക് പോയാൽ കുറച്ചുകൂടി മനസ്സിലാകും. ഈ നടപ്പാലം ഇറങ്ങിയ ശേഷം വാട്ടർ ഷോ നടക്കുന്ന ഭാഗത്തേക്ക് ആളുകൾ ഇവിടെ കസേരകളിൽ വന്നിരിക്കുന്നു, വാട്ടർ ഷോ കാണുന്നു എന്നതാണ് രീതി. ഇങ്ങനെയാണ് സംഘാടകർ ആലോചിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഈ കസേരകളിൽ ഇരുന്ന് വാട്ടർ ഷോ കൃത്യമായി കാണാൻ കഴിയുന്നില്ല എന്ന് വന്നതുകൊണ്ട് അവർ നേരെ നടപ്പാലത്തിന് മുകളിലേക്ക് കൂടുതൽ ആളുകൾ വാട്ടർ ഷോ സുഗമമായി കാണുന്നതിന് വേണ്ടി, വ്യക്തമായി കാണുന്നതിന് വേണ്ടി ഈ പാലത്തിലേക്ക് കൂടുതൽ ആളുകൾ കയറിയതാണ് ഈ അപകടത്തിന് കാരണം. 20ഓളം പേർക്ക് പരിക്കുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ അതിലേറെ പേർക്ക് പരിക്കുണ്ട് എന്ന് ഇവിടെ നിന്നുള്ള ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 3 പേരെ ഗുരുതര പരിക്കുകളോടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ 17 പേരെ അടുത്തുള്ള മറ്റ് ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ നിന്നും സ്ഥിരീകരിക്കുന്ന വിവരം. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലടക്കം ഇവിടെയുള്ളവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കാണാം, ഈ ചെരുപ്പുകളടക്കം, ഈ അപകടത്തിൽപ്പെട്ടവരുടെ ചെരുപ്പുകളടക്കം ഇവിടെ ബാക്കിയായിട്ടുണ്ട്.
8:30യോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 8:30യോടെ ഇതിൽ നിന്നും കടന്നു വന്ന് ഈ വാട്ടർ ഷോ കാണാനിരുന്നവർ കൂടുതലായി പാലത്തിലേക്ക് കയറി നിന്നപ്പോൾ ആകസ്മികമായി പാലം തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ഇതിലുള്ളവർ മുഴുവൻ എന്തായിട്ടാ സംഭവിച്ചത്? സംഭവം ഇത് 10-15 പാലത്തിൽ കൂടെ 100-100 വരുന്ന ആൾക്കാരെ കയറ്റിവിട്ട് ഒരു നിയന്ത്രണമുള്ള ബ്ലഡ് കിടക്കുന്ന ചോര നടക്കുന്ന ചോരയുണ്ട്. ഇവിടെ നിയന്ത്രിക്കാൻ ആരുമില്ല, പഞ്ചായത്തിന് ആരുമില്ല. ഇത്രയും ആള് കയറിയപ്പോ ഒന്നും പറഞ്ഞൊന്നുമില്ലേ? നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു, കൊച്ചുകുട്ടികളായിരുന്നു. ആളില്ലായിരുന്നു. അതൊന്നും സ്ഥലത്തുണ്ടായിരുന്ന ചില കറക്റ്റ് സംഭവിച്ചൊന്ന് വൃത്തിക്കൊന്ന് പറഞ്ഞു. കറക്റ്റ് സംഭവിച്ചത് ഇത് വീഴുന്ന സമയത്ത് ഞാൻ റോഡിലായിരുന്നു. വലിയ ശബ്ദം കേട്ടു. നല്ല സൗണ്ട് കേട്ടു. വന്ന് നോക്കുമ്പോൾ കണ്ടത് കണ്ടെന്ന് വെച്ചാൽ എല്ലാവരും വീണ് നടക്കണ്. പിന്നെ നമ്മൾ തന്നെ ആംബുലൻസിനെ വിളിച്ച് പറയാന്ന് ഞാൻ എൻ്റെ 2 പിള്ളേരെയും ഭാര്യയും കൊണ്ട് റോഡിലെത്തിയപ്പോഴാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത്. കണ്ടിട്ട് ഇറങ്ങിയതാണ്. ഓ, എത്ര രൂപ ഇവിടുത്തെ ഫീസ് ടിക്കറ്റ്? 40 രൂപ. 40 രൂപ വാങ്ങി കയറിയാൽ എന്തൊക്കെ കാണാം? അകത്തൂടെ എല്ലാം കറങ്ങി ഏറ്റവും ലാസ്റ്റിലാണ് ഈ വാട്ടർ ഷോ കണ്ട് ഇത് വഴിയെ പോകണം. അപ്പോഴേ ഇതിലൊരു 10-30 പേർക്ക് നിൽക്കാനുള്ള ഇതുള്ളൂ. പക്ഷെ 10-20 വാട്ടർ ഷോ കാണാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വരണം. കണ്ട് ഇതുവഴി ഇറങ്ങി ഇവിടെയാണ് വാട്ടർ ഷോ നടക്കുന്നത്. ഇതുവഴിയെ കണ്ടിട്ട് ഇതുവഴിയെ പോവാം. പക്ഷെ ഒരു കൂടുതൽ ആളുകൾ വന്നത് വാട്ടർ ഷോ കുറച്ചുകൂടെ നന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കണ്ടിട്ട് ലാസ്റ്റിൽ ഇതുവഴിയെ കണ്ട് ഈ വാട്ടർ ഷോ കണ്ടാണ് ഇതുവഴി ആള് പോകേണ്ടത്. അങ്ങനെ വന്ന് ഒരു 30 പേര് നിൽക്കേണ്ട ഇതിർത്ത് ഒരു 150 പേരിൽ കൂടുതലും കുട്ടികളായിരുന്നു. എല്ലാവരും കയറി തപ്പന വന്ന് വീഴുന്നു. വന്ന് വീണവരിൽ പരിക്ക് എങ്ങനെയുണ്ടായിരുന്നു? പരിക്ക് ഒടിവാണ് കൂടുതൽ. വലിയ ഉയരത്തിൽ നിന്ന് വന്ന് ഇത്ര പൊക്കത്തുനിന്ന് വന്ന് വിടുന്നതല്ലേ. നേരത്തെ പറയുന്നുണ്ട് ഈ സുരക്ഷാ പ്രശ്നം ഉണ്ട് ശരിക്കും അല്ലേ? ഇത് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത സുരക്ഷാ പ്രശ്നമുണ്ട്. അത് മാത്രമല്ല പ്രധാനമായി ഉന്നയിക്കേണ്ടത് നിങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. വസ്തുതാപരമായി പറയാനുള്ളത് ഇവിടുത്തെ റെസിപ്റ്റിൽ തിരുപുറം ഗ്രാമപഞ്ചായത്ത് എന്നടിച്ചിട്ടുണ്ട്. പക്ഷെ ആരൊക്കെ എന്നുള്ള നിലയിൽ വ്യക്തത അതറിയില്ല. സെക്രട്ടറിയുടെ പേരോ സീലോ ആ രസീതിലില്ല. അതൊരു പ്രധാനപ്പെട്ട ആരോപണമാണ്. ഇത് ആരാണ് പ്രധാനമായും ആദിൽ ആ ദൃശ്യങ്ങളിൽ കാണിച്ച പോലെ തന്നെ വളരെ നിലവാരം കുറഞ്ഞ തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ പാലം നിർമ്മിക്കാനായി. അപ്പോൾ കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും നടത്താതെയാണ് ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് എന്ന് വേണം കരുതേണ്ടത്. ഉറപ്പായും അങ്ങനെയാണ് ഈ നാട്ടുകാരും പറയുന്നത്. ചേട്ടാ പലകൾക്കൊന്നും 100% ബലമില്ലാത്തതാണത്. നമുക്ക് കാണാൻ പറയാമല്ലോ. അത് പിന്നെ എന്താണ് ഈ വിഷയം? ഇത് കാറ്റാടി കഴിയും. അത് പോയിട്ട് കണ്ട ഒട്ടും ബലമില്ലാത്ത തടികളുണ്ടാണ്. കണ്ട ഒട്ടും ബലമില്ലാത്ത ഇത് കണ്ടല്ലോ. ഇതെല്ലാം ചെത്തയാണ് സാധനം. ചെത്ത തടി കൊണ്ടാണ്. ഇത് മുരിങ്ങത്തടി പോലത്തെ സാധനം കൊണ്ടാണ് ഇത്. തെങ്ങിന്റെ ചോറാണിത്. ഇത് വേസ്റ്റ് തടി കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ആളുകൾ ശതമാനം വീഴാൻ കാരണം അതാണ് പ്രശ്നം. സാധാരണ തട്ടിന് വെക്കുന്ന പലകൾ സാധാരണ തട്ടിന് വെക്കുന്നതല്ല. ഇത് നമ്മൾ ആൾക്കാർക്ക് നടക്കാനുള്ള പല എന്ന് പറയാൻ ഇതിന്റെ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള സാധനം അതിന് അടിക്കാന്നുള്ള ഷീറ്റുകളെല്ലാം അവിടെ സൈഡിൽ കൊണ്ടിട്ടേക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ലേ. ഷീറ്റ് ഇടാണ്ടാണ് അവരിട്ടില്ല. മാനദണ്ഡം പാലിക്കാനാണ് ചെയ്തിട്ടില്ല. ആ ഷീറ്റ് ഇട്ടില്ല. അതിന്റെ പുറത്തും വീണ്ടും മാനദണ്ഡം പാലിക്കേണ്ട സാധനമുണ്ട്. അതിന്റെ പുറത്തിടാണ്ട സാധനങ്ങളുണ്ട്. അത് ഒന്നും ഇട്ടില്ല. ഇടാതാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഏതായാലും പ്രദേശവാസികളാകെ പ്രതിഷേധത്തിലാണ്. നിലവാരം കുറഞ്ഞ തടി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഈ ഫെസ്റ്റിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ്